പ്രിയപ്പെട്ടവരെ, തജ്വീദിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് മദ്ദുകൾ എന്നുള്ളത്. മദ്ദുകളെ സംബന്ധിച്ചാണ് ഇൻഷാ അള്ളാഹ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. മദ് എന്ന് പറഞ്ഞാൽ നീട്ടുക എന്നാണ്, അക്ഷരത്തെ നീട്ടുക എന്നാണ്. മദ്ദിന്റെ അക്ഷരങ്ങൾ മൂന്നെണ്ണമാണ്. ഫത്ഹുള്ള അക്ഷരത്തിനെ നീട്ടാൻ അലിഫ്, കെസ്റുള്ള അക്ഷരങ്ങളെ നീട്ടാൻ യ, ദമ്മുള്ള അക്ഷരത്തിനെ നീട്ടാൻ വാവ്. ഇതാണ് മദ്ദിന്റെ അക്ഷരങ്ങൾ എന്ന് പറയുന്നത്. ഈ മദ്ദുകളാണ്, മദ്ദുകൾ എന്ന് പറഞ്ഞാൽ അക്ഷരത്തെ നീട്ടുക എന്നാണ്. അക്ഷരത്തെ നീട്ടുന്നതിനാണ് മദ് 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 എന്ന് പറയാം. മദ്ദിന്റെ അക്ഷരങ്ങൾ എത്രണ്ണ? മൂന്നെണ്ണമാണ്. ഫത്ഹുള്ള ഏത് അക്ഷരങ്ങളെയും നീട്ടാൻ അലിഫ്, കെസ്റുള്ള ഏത് അക്ഷരങ്ങളെയും നീട്ടാൻ യ, ദമ്മുള്ള ഏത് അക്ഷരങ്ങളെയും നീട്ടാൻ വാവ്. ഇങ്ങനെയാണ് മദ്ദിന്റെ അക്ഷരങ്ങളായിട്ടുള്ളത്. എത്ര തരം മദ്ദുകളുണ്ട്? ഓരോ മദ്ദുകളും എത്രയാണ് നീട്ടേണ്ടത്? എത്ര അതിന്റെ നീട്ടേണ്ട കണക്ക് എന്നൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് വിശദമായിട്ട് പഠിക്കേണ്ടതുണ്ട്. ഖുർആനിൽ ഒരുപാട് രൂപത്തിൽ പലയിടങ്ങളിലും മദ്ദുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു മദ് കണ്ടാൽ ഏതാണ് ആ മദ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റണം. ആ മദ് എത്രയാണ് നീട്ടുക എന്നുള്ളതും നമുക്ക് തിരിച്ചറിയാൻ പറ്റണം. മദ്ദിന്റെ അക്ഷരങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, മൂന്നെണ്ണമാണ്. മദ്ദക്ഷരങ്ങൾ അലിഫ്, വാവ്, യ. അല്ലെ, ഇതാണ് മദ്ദിന്റെ അക്ഷരങ്ങൾ. യഥാർത്ഥത്തിൽ മദ്ദുകൾ രണ്ട് ഇനങ്ങളായിട്ടാണുള്ളത്. രണ്ട് രൂപത്തിലാണ് മദ്ദുകൾ ഉള്ളത്. ഒന്നാമത്തത് മദ് അസ്ലിയ്, മറ്റൊന്ന് മദ് ഫറഇയ്. ഇങ്ങനെ രണ്ട് മദ്ദുകളാണ് ഉള്ളത്. രണ്ട് രൂപത്തിലാണ് മദ്ദുള്ളത്. ഒന്ന് മദ് അസ്ലിയ്, മറ്റൊന്ന് മദ് ഫറഇയ്. എന്താണ് മദ് അസ്ലിയ്? എത്രയാണ് മദ് അസ്ലിയിനെ നീട്ടേണ്ടത്? എന്താണ് മദ് ഫറഇയ്? എത്ര ഇനം ഉണ്ട് ആ മദ് ഫറഇയ്കൾ? എത്രയാണ് ഓരോന്നും നീട്ടേണ്ടത് എന്നാണ് ഇൻഷാ അള്ളാഹ് മദ്ദുകളുടെ ക്ലാസ്സിൽ നമ്മൾ പറയാം. പിന്നെ ഇൻഷാ അള്ളാഹ് ഉദാഹരണ സഹിതം നമുക്ക് വിഷയങ്ങളൊക്കെ വ്യക്തമായിട്ട് പഠിക്കാം. മദ് അസ്ലിയ് എന്ന് പറഞ്ഞാൽ മദ്ദക്ഷരത്തിനെ ഉച്ചാരണത്തിൽ കൊണ്ടുവരാൻ ആവശ്യമായ സമയം നീട്ടുന്നതിനാണ് മദ് അസ്ലിയ് എന്ന് പറയുന്നത്. മദ്ദക്ഷരത്തെ, മദ്ദക്ഷരം എന്ന് പറഞ്ഞാൽ നമുക്ക് പഠിച്ചിട്ടുണ്ട് ഏതാ? അലിഫ്, വാവ്, യ. ഈ മദ്ദക്ഷരത്തെ ഉച്ചാരണത്തിൽ കൊണ്ടുവരാൻ ആവശ്യമായ സമയം നീട്ടുന്നതിനാണ് മദ് അസ്ലിയ് 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 എന്ന് പറയുന്നത്. അപ്പോ ശരിക്കും ഉച്ചാരണത്തിൽ കൊണ്ടുവരാൻ ആവശ്യമായ സമയം എത്രയാണ്? ഇൻഷാ അള്ളാഹ് നമുക്ക് പറയാം. മദ്ദുകള് നമ്മൾ പറഞ്ഞു രണ്ട് രൂപത്തിലാണ് മദ്ദുള്ളത്. മദ് അസ്ലിയുണ്ട്, മദ് ഫറഇയും ഉണ്ട്. മദ് അസ്ലിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മദ്ദക്ഷരത്തെ ഉച്ചാരണത്തിൽ കൊണ്ടുവരാൻ ആവശ്യമായ സമയം നീട്ടുന്നതിനാണ് മദ് അസ്ലി എന്ന് പറയാം. എത്രയാണ് ഉച്ചാരണത്തിൽ കൊണ്ടുവരാൻ ആവശ്യമായ സമയം? എത്രയാണ് ഉച്ചാരണത്തിൽ കൊണ്ടുവരാൻ ആവശ്യമായ സമയം? ഒരു അലിഫിന്റെ ഖദറാണ് ഉച്ചാരണത്തിൽ കൊണ്ടുവരാൻ ആവശ്യമായ സമയം. അല്ലെ, ഒരു അലിഫ് ഉച്ചരിക്കാൻ എത്ര സമയമാണോ ആവശ്യം, അലിഫ് എന്നുള്ള അക്ഷരം ഉച്ചരിക്കാൻ എത്ര സമയമാണോ ആവശ്യം, അത്രയും സമയം നീട്ടണം എന്നർത്ഥം. അത്രയും സമയം നീട്ടണം എന്നർത്ഥം. മനസ്സിലായല്ലോ? ഞാന് അതിന്റെ ക്ലാസ് നോട്ട് ഗ്രൂപ്പിൽ കൃത്യമായിട്ട് ഞാൻ കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. മദ് അസ്ലിയ് എന്ന് പറഞ്ഞാൽ മദ്ദക്ഷരത്തെ ഉച്ചാരണത്തിൽ കൊണ്ടുവരാൻ ആവശ്യമായ സമയം നീട്ടുക എന്നാണ്. എത്രയാണ് ഈ ഉച്ചാരണത്തിൽ കൊണ്ടുവരാൻ ആവശ്യമായ സമയം? ഒരു അലിഫിന്റെ ഖദർ. ഒരു അലിഫിന്റെ ഖദർ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് സംശയം ഉണ്ടാകും, എത്രയാണ് ഈ അലിഫിന്റെ ഖദർ? രണ്ട് ഹർക്കത്തിന്റെ ഖദറാണ് ഒരു അലിഫിന്റെ ഖദർ എന്ന് പറയുന്നത്. രണ്ട് അലിഫിന്റെ, രണ്ട് ഹർക്കത്തിന്റെ ഖദറാണ് ഒരു അലിഫിന്റെ ഖദർ. അപ്പോ മൂന്ന് അലിഫിന്റെ അല്ലെങ്കിൽ രണ്ട് അലിഫിന്റെ ഖദർ എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? 4 ഹർക്കത്തായിരിക്കും. മൂന്ന് അലിഫിന്റെ ഖദർ എന്ന് പറഞ്ഞാൽ എത്ര ഹർക്കത്തായിരിക്കും? 6 ഹർക്കത്തായിരിക്കും. അപ്പോൾ ഹർക്കത്തും അലിഫും ഇനി നമുക്ക് ഡൗട്ട് ഉണ്ടാകാൻ പാടില്ല. ഒരക്ഷരത്തെ, നമ്മുടെ അക്ഷരത്തെ ഉച്ചരിക്കാൻ ആവശ്യമായ സമയം നീട്ടുക എന്ന് പറഞ്ഞു. എത്രയാണ് അക്ഷരത്തെ ഉച്ചരിക്കാൻ സമയമായിട്ടുള്ള സമയം? ഒരലിഫിന്റെ ഖദർ. ഒരലിഫിന്റെ ഖദർ എന്ന് പറഞ്ഞാൽ
ഒരലിഫ് ഉച്ചരിക്കാൻ ആവശ്യമായിട്ടുള്ള സമയത്തിന്റെ ദൈർഘ്യത എത്രയാണ്, അത്ര നീട്ടുക എന്നുള്ളതാണ്. ഒരലിഫിനെ ഉച്ചരിക്കാൻ സമയമായിട്ടുള്ള അക്ഷരത്തിന് ഒരു ഹർക്കത്തിന്റെ 2 ഹർക്കത്തിന്റെ ഖദറാണ് ഒരു അലിഫിന്റെ ഖദർ എന്ന് പറയുന്നത്. നോക്കൂ, നിങ്ങള് സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഞാൻ സ്ക്രീനിൽ ക്ലാസ് നോട്ട് കൊണ്ടുവരാം, അപ്പൊ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും. കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ. മദ്ദുകൾ 2 വിധം: മദ് അസ്ലിയ്, മദ് ഫറഇയ്. മദ് അസ്ലിയ്, മദ് ഫറഇയ്. മദ് അസ്ലിയ് എന്നാൽ മദ്ദക്ഷരമാവുന്ന അലിഫ്, വാവ്, യ എന്നിവകളെ ഉച്ചാരണത്തിൽ കൊണ്ടുവരാൻ ആവശ്യമായ സമയം നീട്ടലാണ്. ഇനി വേറൊരു ഭാഷയിൽ പറയുകയാണെങ്കിൽ മദ് ഫറഇ അല്ലാത്തതൊക്കെ മദ് അസ്ലി ആയിരിക്കും. മദ് ഫറഇ എന്ന് പറഞ്ഞാൽ എന്താണ്? മദ്ദക്ഷരങ്ങൾക്ക് ശേഷം അലിഫ്, വാവ്, യ എന്നിവയ്ക്ക് ശേഷം ഹംസയോ സുക്കൂനോ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ആ മദ് ഫറഇ ആയിരിക്കും. അപ്പോ മദ് അസ്ലി എന്ന് പറഞ്ഞാൽ ആ രൂപത്തിൽ മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. മദ്ദക്ഷരമാകുന്ന അലിഫ്, വാവ്, യ എന്നിവയ്ക്ക് ശേഷം ഹംസയോ സുക്കൂനോ ഉണ്ടാകാതിരിക്കുകയാണെങ്കിൽ ആ മദ് അസ്ലി ആയിരിക്കും. അപ്പൊ മദ് ഫറഇ, മദ് അസ്ലി ഇങ്ങനെ 2 രൂപത്തിലാണ് മദ്ദുകൾ ഉള്ളത്. മദ് അസ്ലി, മദ് ഫറഇ എന്നിങ്ങനെ 2 രൂപത്തിലാണ് മദ്ദുകൾ ഉള്ളത്. മദ് അസ്ലി എന്ന് പറഞ്ഞാൽ മദ്ദക്ഷരമാകുന്ന അലിഫ്, വാവ്, യ എന്നിവകളെ ഉച്ചാരണത്തിൽ കൊണ്ടുവരാൻ ആവശ്യമായ സമയം നീട്ടലാണ്. എത്രയാണ് ഉച്ചാരണത്തിൽ കൊണ്ടുവരാൻ ആവശ്യമായ സമയം? ഒരലിഫിന്റെ ഖദർ. ഒരലിഫിന്റെ ഖദർ എന്ന് പറഞ്ഞാൽ 2 ഹർക്കത്തിന്റെ ഖദർ. അപ്പൊ ഒരലിഫ് ഉച്ചരിക്കാനുള്ള സമയം 2 ഹർക്കത്ത് ഉച്ചരിക്കാൻ 2 ഹർക്കത്ത് ഉച്ചരിക്കാൻ എത്രയാണോ സമയം ആവശ്യം ഉണ്ടാവുക, അത്ര സമയം നമുക്ക് ഒരലിഫ് ഉച്ചരിക്കാൻ ആവശ്യം ഉണ്ടാകും. ഇനി 4 ഹർക്കത്താണെങ്കിൽ 2 അലിഫ്, അഥവാ അലിഫിന്റെ നേരെ ഇരട്ടിയായിരിക്കും ഹർക്കത്തിന്റെ ഖദർ ഉണ്ടാവുക എന്നർത്ഥം. അപ്പൊ മദ് അസ്ലി അല്ലാത്തൊക്കെ മദ് ഫറഇ ആണ്. മദ് ഫറഇ എന്നാൽ മദ്ദക്ഷരങ്ങൾക്ക് ശേഷം ഹംസയോ സുക്കൂനോ ഉണ്ടാകലാണ് മദ് ഫറഇ എങ്കിൽ. മദ് അസ്ലി എന്തായിരിക്കും? മദ്ദക്ഷരങ്ങൾക്ക് ശേഷം ഹംസയോ സുക്കൂനോ ഉണ്ടാകാതിരിക്കുക എന്നുള്ളതാണ്. മദ് അസ്ലിയിനെ ഒരു അലിഫിന്റെ കണക്കെയാണ് നീട്ടേണ്ടത്. അതിനേക്കാൾ കൂടാനോ കുറയാനോ പാടില്ല. ഒരു അലിഫിന്റെ ഖദറിനേക്കാൾ നീട്ടാൻ മദ് അസ്ലിയിൽ ഒരു അലിഫിന്റെ ഖദർ മാത്രമേ നീട്ടാൻ പാടുള്ളൂ. അതിനേക്കാൾ നീട്ടാനും പാടില്ല, അതിനേക്കാൾ കുറയാനും പാടില്ല. ഒരു അലിഫ് നീട്ടുന്നതിന്റെ കണക്ക് 2 ഹർക്കത്ത് നീട്ടലാണ്. നമ്മൾ പറഞ്ഞു, ഒരു അലിഫ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഒരു അലിഫ് ഉച്ചരിക്കാൻ, ഒരു അലിഫിന്റെ ഖദർ എന്ന് പറഞ്ഞാൽ കണക്ക്. ഒരു അലിഫ് ഉച്ചരിക്കാൻ ആവശ്യമായ സമയം എത്രയാണോ അത്ര നീട്ടുന്നതിനാണ് മദ് അസ്ലിന്റെ നീട്ടം അത്രയാണ്. അപ്പൊ ആ ഒരു അലിഫിന്റെ ഖദർ തന്നെയാണ് 2 ഹർക്കത്ത്. അപ്പോ 2 അലിഫിന്റെ ഖദർ എത്ര ആയിരിക്കും? 4 ഹർക്കത്ത്. 3 അലിഫിന്റെ ഖദർ എത്ര ആയിരിക്കും? 6 ഹർക്കത്ത്. ഇനി 2.5 അലിഫിന്റെ ഖദർ എത്ര ആയിരിക്കും? 5 ഹർക്കത്ത്. 3.5 അലിഫിന്റെ ഖദർ എത്ര ആയിരിക്കും? 7 ഹർക്കത്ത്. അല്ലെ? അഥവാ ഹർക്കത്തിന്റെ നേരെ പകുതി ആയിരിക്കും ഹറഫ് അല്ലെങ്കിൽ അലിഫ് ഉണ്ടാവുക എന്ന് മനസ്സിലാക്കുക. ഇതാണ് മദ് ഫറഇ, മദ് അസ്ലി. അതിന് ഉദാഹരണം നമുക്ക് പറയാം. മദ് അസ്ലിന് ഉദാഹരണം നമുക്ക് പറയാം. കോല. ഞാനിവിടെ എഴുതാം. നോക്കൂ നിങ്ങള്, കോല എന്ന് എഴുതുന്ന സമയത്ത് അല്ലെ, കാഫിന് നീട്ടാൻ മദ്ദക്ഷരമാവുന്ന അലിഫുണ്ട്. ആ മദ്ദക്ഷരമാവുന്ന അലിഫിന് ശേഷം ഹംസയുമില്ല, സുക്കൂനുമില്ല. അതുകൊണ്ട് കൂടുതൽ നീട്ടേണ്ടതില്ല. മദ് അസ്ലിയാണ് എന്നർത്ഥം. മദ് അസ്ലി ആണെങ്കിൽ എന്താണ്? മദ് അസ്ലി ആണെങ്കിൽ ഒരു അലിഫിന്റെ ഖദർ മാത്രമേ നീട്ടാവൂ. കണ്ടോ, കാഫിന് നീട്ടാൻ അലിഫുണ്ട്. ആ അലിഫ് ഏത് അലിഫാണ്? മദ്ദക്ഷരമാകുന്ന അലിഫാണ്. ആ മദ്ദക്ഷരമാകുന്ന അലിഫിനെ എത്രയാണോ നീട്ടേണ്ടത്? ഒരു അലിഫിന്റെ ഖദറാണ് നീട്ടേണ്ടത്. ഒരു അലിഫിന്റെ ഖദർ എന്ന് പറഞ്ഞാൽ നമുക്ക് വേറൊരു അർത്ഥത്തിൽ 2 ഹർക്കത്തിന്റെ ഖദർ എന്ന് പറയാം. ഒരു അലിഫിന്റെ ഖദർ എന്ന് പറഞ്ഞാൽ വേറൊരു അർത്ഥത്തിൽ 2 ഹർക്കത്തിന്റെ ഖദർ നമുക്ക് പറയാം. എന്തായാലും ഒരു അലിഫിന്റെ ഖദർ അതിനേക്കാൾ നീട്ടാനും പാടില്ല, അതിനേക്കാൾ കുറയാനും പാടില്ല.
കോല എന്ന് പറയാൻ പാടില്ല. കോല അങ്ങനെയും പറയാൻ പാടില്ല. ഒരു അലിഫ് ഉച്ചരിക്കാൻ കണ്ടോ, അലിഫ് ആ എന്ന് ഉച്ചരിക്കാൻ എത്രയാണ് സമയം? അത്ര നീട്ടണം. ഓല കണ്ടോ, കാഫിന് ശേഷം ഓ, ആ അലിഫ് ഉണ്ടല്ലോ, കാഫ് ഉച്ചരിച്ചതിന് ശേഷം ഒരു അലിഫ് ഉണ്ടല്ലോ, ആ അലിഫ് ഒരു അലിഫ് ഉച്ചരിക്കാൻ എത്രയാണോ സമയം, അത്രയാണ് അ എന്നുള്ള അക്ഷരം ഉച്ചരിക്കാൻ എത്രയാണ് സമയം ആവശ്യമുള്ളത്, അത്രയാണ് ആ കാഫിന് നീട്ടാൻ പാടുള്ളൂ. അപ്പൊ കോല കൂടുതൽ നീട്ടാൻ പാടുണ്ടോ? ഇല്ല. കോല അല്പം നീട്ടിയാൽ മതിയോ? അതുമല്ല. അവിടെ നീട്ടേണ്ടത് ഒരലിഫിന്റെ ഖദർ മാത്രമേ നീട്ടാവൂ. അതിനേക്കാൾ കുറയാനും പാടില്ല, അതിനേക്കാൾ കൂടാനും പാടില്ല. മനസ്സിലായോ? മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോ ഇതാണ് മദ് മുത്തസിൽ. ഇനി മദ് മുൻഫസിൽ എന്താണ് എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു, ജസ്റ്റ് ഒന്ന് പറഞ്ഞു. മദ് മുൻഫസിൽ എന്ന് പറഞ്ഞാൽ മദ്ദക്ഷരമാവുന്ന അലിഫ്, വാവ്, യാ എന്നിവയ്ക്ക് ശേഷം ഹംസയോ സുക്കൂനോ ഉണ്ടാകുന്നതിനാണ് മദ് ഫറഈ എന്ന് പറയുന്നത്. മദ് ഫറഈ എന്ന് പറയുന്നത് മദ്ദക്ഷരമാവുന്ന അലിഫ്, വാവ്, യാ ഇവകൾക്ക് ശേഷം ഹംസയോ സുക്കൂനോ ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി മദ് ഫറഈ എന്ന് പറയും. അത് രണ്ടും ഇല്ലെങ്കിൽ അതിന്റെ പേര് മദ് അസ്ലി എന്നാണ്. മദ് അസ്ലി എത്ര നീട്ടണമെന്ന് നമ്മൾ പറഞ്ഞു? ഒരു അലിഫിന്റെ ഖദർ. ഖാല, അതുപോലെ തന്നെ നാമ, യഖൂലു, അല്ലെ? ഖാല എന്നുള്ളത് ഇപ്പൊ മദ്ദക്ഷരത്തിന് ശേഷം അലിഫ് വന്നതിന്റെ ഉദാഹരണമാണ്, അല്ലെ? മദ്ദക്ഷരത്തിന് ശേഷം അലിഫ് വന്നതിന്റെ ഉദാഹരണമാണ് ഖാല. ഇനി ഞാന് മദ്ദക്ഷരത്തിന് ശേഷം അല്ല, മദ്ദക്ഷരത്തിന് ശേഷം അലിഫല്ല, അലിഫാകുന്ന മദ്ദക്ഷരം വന്നതിന്റെ ഉദാഹരണമാണ് ഇപ്പൊ നമ്മള് ഖാലന്റെ ഉദാഹരണം പറഞ്ഞ്. ഇനി മദ്ദക്ഷരമാകുന്ന വാവ് വന്നതിന്റെ ഉദാഹരണം നോക്കൂ നിങ്ങൾ. യഖൂലു, യഖൂലു ഞാൻ ഇവിടെ എഴുതുന്നുണ്ട്, കമ്പ്യൂട്ടറിലാണ് എഴുതുന്നത്, അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ഭംഗി ഉണ്ടാവുള്ളൂ കേട്ടോ. കണ്ടോ, യഖൂ, ഖാഫ്, ലമ്മുള്ള ഖാഫിന് നീട്ടാൻ എന്തായിരിക്കും? മദ്ദക്ഷരമാവുന്ന വാവായിരിക്കും. ആ മദ്ദക്ഷരമാവുന്ന വാവിന് ശേഷം ഹംസയും ഇല്ല, ഹംസ എന്നുള്ള അക്ഷരമല്ല, പിന്നെന്താ ഉള്ളത്? ലാമാണ്. എന്നതുപോലെ തന്നെ സുക്കൂനും ഇല്ല, പിന്നെന്താണുള്ളത്? സുക്കൂനില്ല, ലൊമ്മാണുള്ളത്. അതുകൊണ്ട് അത് മദ് ഫറഈ അല്ല, മദ് അസ്ലിയാണ്. മദ് അസ്ലിയാണെങ്കിൽ കൂടുതൽ നീട്ടാൻ പറ്റുമോ? ഒരലിഫിന്റെ ഖദർ അഥവാ രണ്ട് ഹർക്കത്തിന്റെ ഖദർ, അഥവാ ഒരു അലിഫ് ഉച്ചരിക്കാൻ എത്ര സമയമാണോ ആവശ്യമുള്ളത് അത്ര സമയം മാത്രമേ നീട്ടാൻ പാടുള്ളൂ. യഖൂലു അത്രേ പറയുള്ളൂ, യഖൂലു അത്രേ പറയാൻ പറ്റുള്ളൂ. എന്നല്ലാണ്ട് യഖൂലു എന്ന് ഒരലിഫിനേക്കാൾ കുറയാനും പാടില്ല, യഖൂലു കൂടുതൽ നീളാനും പാടില്ല. എന്തുകൊണ്ട്? മദ്ദക്ഷരമാകുന്ന വാവ് അതിനുശേഷം ഹംസയോ സുക്കൂനോ ഇല്ലാത്തത് കൊണ്ട് മദ് അസ്ലിയാണ്. മദ് അസ്ലി ഒരു അലിഫിന്റെ ഖദർ മാത്രമേ നീട്ടാൻ പാടുള്ളൂ. ഇനി നമുക്ക് മദ്ദക്ഷരമാകുന്ന അലിഫും വാവിന്റെ ഉദാഹരണം പറഞ്ഞു. ഇനി നമുക്ക് മദ്ദക്ഷരമാകുന്ന യാഇന്റെ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. എഴുതുന്നുണ്ട്. ഖീല, ഖീല കണ്ടോ നിങ്ങള്? കസ്റുള്ള ഖാഫ് ഉണ്ട്. കസ്റുള്ള ഖാഫിന് നീട്ടാൻ മദ്ദക്ഷരമാകുന്ന യാ ആയിരിക്കും, അല്ലെ? കസ്റുള്ള ഖാഫിന് നീട്ടാൻ എന്തായിരിക്കും? മദ്ദക്ഷരമാകുന്ന യാ ആണ്. ആ മദ്ദക്ഷരമാകുന്ന യാ അത് മദ് വന്നു, അല്ലെ? ആ മദ്ദിന് ശേഷം ഫത്ഹുള്ള ലാമാണ്, ഹംസയും വന്നിട്ടില്ല, സുക്കൂനും വന്നിട്ടില്ല. അതുകൊണ്ട് ഖീല എന്നുള്ളിടത്ത് മദ് ഫറഈ അല്ല, അസ്ലിയാണ്. എന്തുകൊണ്ട്? മദ്ദക്ഷരമാകുന്ന യാഇന് ശേഷം ഹംസ വന്നിട്ടില്ല, സുക്കൂനും വന്നിട്ടില്ല. അപ്പൊ മദ്ദക്ഷരമാകുന്ന യാഇനെ ഉച്ചാരണത്തിൽ കൊണ്ടുവരാൻ ആവശ്യമായ സമയം മാത്രമേ നീട്ടാവൂ. എത്രയാണ് ഉച്ചാരണത്തിൽ കൊണ്ടുവരാൻ ആവശ്യമായിട്ടുള്ള സമയം? ഒരലിഫിന്റെ ഖദർ. ഒരലിഫിന്റെ ഖദർ എന്ന് പറഞ്ഞാൽ എത്ര ഹർക്കത്തിന്റെ ഖദറാ? രണ്ട് ഹർക്കത്തിന്റെ ഖദറാണ്. അപ്പോ രണ്ട് കെസർ ഉച്ചരിക്കാൻ ആവശ്യമായ സമയമാണ് ഒരു യാ ഉച്ചരിക്കാൻ ആവശ്യം. രണ്ട് ഫത്ഹ ഉച്ചരിക്കാൻ ആവശ്യമായ സമയമാണ് ഒരു അലിഫ് ഉച്ചരിക്കാൻ ആവശ്യം. രണ്ട് ദം ഉച്ചരിക്കാൻ ആവശ്യമായ സമയമാണ് ഒരു വാവ് ഉച്ചരിക്കാൻ സമയം. അപ്പൊ എന്ത് മനസ്സിലാക്കാം? ഒരു അലിഫിന്റെ ഖദർ എന്ന് പറഞ്ഞാൽ രണ്ട് ഹർക്കത്താണ് എന്ന് മനസ്സിലാക്കാം. അപ്പോ ഖാല, യഖൂലു, ഖീല ഇത്രയേ പറയാവൂ. ഇതിന് അമിതമായിട്ട് നീട്ടാൻ പാടില്ല, അതിനേക്കാൾ കുറയാനും പാടില്ല. എന്തുകൊണ്ട്? മദ് അസ്ലി ആയതുകൊണ്ട്. മദ് അസ്ലി ഒരു അലിഫിനേക്കാൾ കൂടാനും പാടില്ല, കുറയാനും പാടില്ല. മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇൻഷാ അള്ളാഹ് ഇതാണ് മദ്ദിന്റെ
പ്രാഥമികമായിട്ടുള്ള മദ് അസ്ലിയിനെ പറ്റി പറയാനുള്ളത്. ഇൻഷാ അള്ളാഹ് ഇനി നമുക്ക് മദ് ഫറായിനെ പറ്റി അടുത്ത ദിവസങ്ങളിൽ വിശദമായിട്ട് നമുക്ക് സംസാരിക്കാം. മദ് അസ്ലി മനസ്സിലാകാത്ത ആളുകൾ ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു.